ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു സോഷ്യലിലെ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപത്തിൽ പെടാത്തത് ഏത്? നമുക്കറിയാം, നമ്മുടെ പരശ്ശി വിപ്ലവവും അതുപോലെ തന്നെ തിരുവിതാംകൂർ കലാപവും അതുപോലെ തന്നെ കുറിച്യർ കലാപവും ഒക്കെ 1700, 850 കാലയളവിൽ നടന്നതാണ്. പക്ഷേ ഈ നിവർത്തന പ്രക്ഷോഭം 1932 നടന്നത്. അപ്പം ആദ്യകാല കലാപത്തിൽ പെടാത്തത് നമ്മുടെ നിവർത്തന പ്രക്ഷോഭമാണ്. ബാക്കി പരശ്ശി വിപ്ലവവും തിരുവിതാംകൂർ കലാപവും കുറിച്യർ കലാപവും എല്ലാം തന്നെ നമ്മുടെ ആദ്യകാല കലാപത്തിൽ പെടുന്നതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാൻ അല്ലെങ്കിൽ നമ്മൾ മോചനം നേടുവാനായിട്ട് നമ്മൾ ആദ്യകാലത്ത് തന്നെ നടന്ന കലാപങ്ങളാണ്. അവിടെ പരശ്ശി വിപ്ലവമുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറിച്യർ കലാപമുണ്ട്, തിരുവിതാംകൂർ കലാപമുണ്ട്. എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. നോക്കി, കുറിച്യർ കലാപം, പഴശ്ശി കലാപം, തിരുവിതാംകൂർ കലാപം എന്നിവയെല്ലാം തന്നെ ആദ്യകാലത്ത് കേരളത്തിൽ നടന്ന കലാപങ്ങളാണ്. നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂർ ഭരണപരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ്. ഓർത്തിരിക്കണം, നമ്മുടെ നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂറിൽ ആരംഭിച്ചത്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് AC ചാക്കോയാണ് കേട്ടോ. IC ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. ഇനിയും കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നമ്മുടെ നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. ഓർത്തിരിക്കണം, കേരളത്തിലെ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖ്യ പത്രമായി അറിയപ്പെടുന്നത് കേരള കേസരി. പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖ്യ പത്രമായി അറിയപ്പെടുന്നത് കേരള കേസരി എന്ന പത്രമാണ്. ഇനി നിവർത്തന പ്രക്ഷോഭം ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി C. കേശവൻ 1935 അദ്ദേഹം പ്രസംഗം നടത്തിയത്. ഓർത്തിരിക്കണം, 1932 തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച കലാപത്തിന് 1935 നമ്മുടെ കോഴഞ്ചേരിയിൽ C. കേശവൻ പ്രസംഗം നടത്തിയത്. അടുത്തത്, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ C. കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. ഓർത്തിരിക്കണം, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ, നിവർത്തന പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളാണ് C. കേശവനുണ്ട്, TM വർഗീസ് ഉണ്ട്, NV ജോസഫ് ഉണ്ട്, PK കുഞ്ഞുണ്ട്. ഇനി ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ വയനാട്ടിലെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ഓർത്തിരിക്കണം, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ അവിടെ മേധാവിത്വം ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളായിട്ടുള്ള കുറിച്യർ നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. നടന്ന വർഷം 1812. വർഷം നോക്കണം, ചോദിച്ചിട്ടുണ്ട്, ഓർക്കണം. കുറിച്യർ കലാപം നടന്ന വർഷം 1812. എന്തിനു വേണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ഇനി കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം അതും ചോദിച്ചിട്ടുണ്ട്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അതായത് നമ്മൾ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞതാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നായിരുന്നു നമ്മുടെ കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. ഇനി കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം നോക്കണം, ചോദിച്ചിട്ടുണ്ട്. ഏക ഗിരിവർഗ കലാപം, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്യർ കലാപം തന്നെയാണ്. ഇനി 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH വേബറാണ്. അതായത് കലാപത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞാണ്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ എന്ന് നമ്മുടെ കുറിച്യർ കലാപത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത് TH വേബറാണ്. കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് 8 കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് 8. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പരശുരാജയെ പൈശ്ശിരാജ, കൊട്ടോഖി രാജ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. നമ്മൾ ഓൾറെഡി കണ്ടതാണ്.
നമ്മുടെ ബ്രിട്ടീഷുകാരുടെ രേഖകളെല്ലാം പഴശ്ശിരാജ അറിയപ്പെടുന്നത് പഴശ്ശിരാജ, അതുപോലെ തന്നെ കൊട്ടോക് രാജ എന്നിങ്ങനെയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ചോദ്യമാണ്, നോക്കണം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ സർദാർ KM പണിക്കറാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങളായിരുന്നു. എന്തായിരുന്നു അതിന് കാരണം? പഴശ്ശി വിപ്ലവങ്ങൾ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയങ്ങളാണ് അതിന് കാരണം. ഇനി പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബേബറാണ്. സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാർവേ ബേബറായിരുന്നു. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 1805 കാലയളവിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവ കാലം അറിയപ്പെടുന്നത്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ്. അതുകൊണ്ടാണ് കുറിച്യർക്കെതിരെ അവർ എന്ത് നടത്തിയത്? ബ്രിട്ടീഷുകാർ അടുത്ത പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ആ വിഭാഗത്തെ പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് തുനിഞ്ഞിറങ്ങിയത് ഓർത്തിരിക്കണം. അവർക്ക് അവരോട് ദേഷ്യം തുടങ്ങാനുള്ള മെയിൻ കാരണം നമ്മുടെ പഴശ്ശി രാജയെ സഹായിക്കുവാനായിട്ട് ഈ കുറിച്യർ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗം വന്നതുകൊണ്ടാണ് ഇവർക്കെതിരെ നമ്മുടെ ബ്രിട്ടീഷുകാർ അവിടെ സ്ഥലവും അതുപോലെ തന്നെ വാസസ്ഥലവും നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇനി പഴശ്ശിരാജയുടെ സർവേ സൈനാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പുവാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. നമുക്ക് പഴശ്ശിരാജ സിനിമ കണ്ടറിയാം, അതിൻ്റെ തലക്കൽ ചന്തുവിൻ്റെ റോളുണ്ട്, ഓർത്തിരിക്കണം. തലക്കൽ ചന്തുവാണ് നമ്മുടെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഇനി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തപ്പെട്ട ബ്രിട്ടീഷ് സൈനാധിപൻ ആർത്തർ വെല്ലസി കേട്ടോ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആർത്തർ വെല്ലസിയാണ്. പഴശ്ശി രാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30 കേട്ടോ. 1805 നവംബർ 30 പഴശ്ശി രാജ മരണമടഞ്ഞത്. ഇനിയും തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. പഴശ്ശി സ്മാരകമുള്ളത് മാനന്തവാടിയിലാണ്. 1808-9 കാലയളവിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളാണ് തിരുവിതാംകൂർ കലാപം കേട്ടോ. അത് പഴശ്ശിരാജ മരിച്ചതിന് ശേഷം 808-809 കാലയളവിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് നമ്മുടെ തിരുവിതാംകൂർ കലാപം. തിരുവിതാംകൂറിലെ ഓരോ ഭരണപരിഷ്കരണങ്ങൾക്കെതിരെ നടന്ന കലാപം കൂടിയാണ് നമ്മുടെ തിരുവിതാംകൂർ കലാപമായിട്ട് അറിയപ്പെടുന്നത്. സോ ആദ്യകാല കലാപത്തിൽ പെടുന്നതാണ് തിരുവിതാംകൂർ കലാപം, അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവം, അതുപോലെ തന്നെ കുറിച്യർ കലാപം. നിവർത്തന പ്രക്ഷോഭം മാത്രം 1932 കാലയളവിൽ നടന്നതാണ്. അതും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതാണ്, പക്ഷേ ആദ്യകാല കലാപത്തിൽ പെടുന്നതല്ല എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം നൽകിയവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായത് കണ്ടെത്തി രൂപീകരിക്കുക അല്ലെങ്കിൽ യോജിപ്പിക്കുക. ഒന്നാമത്തേത് വൈക്കം സത്യാഗ്രഹം, രണ്ടാമത്തേത് മിശ്രഭോജനം, മൂന്നാമത്തേത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, നാലാമത്തേത് പന്മന ആശ്രമം. ബി ഓപ്ഷനിൽ ചേരുമ്പടി ചേർക്കേണ്ടത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, KP കേശവ മേനൻ, സഹോദരൻ അയ്യപ്പൻ. നമുക്കറിയാവുന്നതൊന്ന് കറപ്പിച്ച് നോക്കി. നിങ്ങൾക്ക് വൈക്കം സത്യാഗ്രഹം നടന്ന ആരാ മുൻതൂക്കം വഹിച്ചെന്നറിയാവോ? വൈക്കം സത്യാഗ്രഹം ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തത്? അറിയാവോ? കേശവ മേനൻ, KP കേശവ മേനനാണ് വൈക്കം സത്യാഗ്രഹം മുൻതൂക്കം കൊടുത്തത്. ഇനി മിശ്രഭോജനം ആരുടെ കോൺസെപ്റ്റാ? പഠിച്ചതല്ലേ നമ്മൾ. മിശ്രഭോജനം ആരുടെ കോൺസെപ്റ്റാ? മിശ്രഭോജനം എന്നുള്ളത് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ നോക്കിയേ, 1-8 വന്നു, 2-9 വന്നു. അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരുടെയാണ്? ആരുടെ ആശയമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം? ആരുടെ ആശയമാണ്? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ആരുടെയാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പം 3-7 വന്നു. അടുത്തത് പന്മന ആശ്രമണം ആരുടെ? എവിടെയാണ് പന്മന ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ആരുടെ പേരിലാണ് ഉള്ളത്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പേരിലാണ് പന്മന ആശ്രമം ഉള്ളത് കേട്ടോ, ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനൊന്നുമില്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ ശ്രീനാരായണ ഗുരുവിനെ പറ്റി? പറയാൻ പറ്റുമോ ശ്രീനാരായണ ഗുരു? SNDP കേട്ടോ, SNDP ആണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഫുൾഫോം എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം കേട്ടോ. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അതേപോലെ അതിനകത്ത് ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട്, എന്തായിരുന്നു? ഒരു ജാതി
ഒരു മതം ഒരു ദൈവം മനുഷ്യന് കേട്ടോ. അതാണ് മിക്കപ്പോഴും ബൈഷപ്പറുള്ളത്. സോ അപ്പോൾ ഓർത്തിരിക്കണം, വൈക്കം സത്യാഗ്രഹം നടന്നത് നേതൃത്വം നൽകിയത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KP കേശവമേനോനാണ്. മിശ്രഭോജനത്തിന് എന്ന കോൺസെപ്റ്റ് മുമ്പോട്ട് കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണ്. അങ്ങനെയാണെങ്കിൽ സമപന്തി ഭോജനം ആരുടെ വാക്കാം? സമപന്തി ഭോജനം ഓർമ്മയുണ്ടോ? അതും ചോദിച്ചിട്ടുള്ള സമപന്തി ഭോജനം ആരുടെയാണ്? സമപന്തി ഭോജനം അതുപോലെ തന്നെയുള്ളതാണ് മിശ്രഭോജനവും അല്ലേ? സമപന്തി ഭോജനം, അതായത് വലിയവനും ചെറിയവനും ഒരേ പന്തിയിലിരുന്ന് ഊണ് കഴിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് സമപന്തി ഭോജനം ആരുടെ വാക്കായിരുന്നു? സമപന്തി ഭോജനം മറന്നുപോയോ? സമപന്തി ഭോജനം, മിശ്രഭോജനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, ഇതൊക്കെ നമ്മൾ ഒരു PDF പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ആരുടെയാണ് സമപന്തി ഭോജനം? ഓർമ്മയില്ലേ? വൈകുണ്ഠസ്വാമികൾ കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെയാണ് സമപന്തി ഭോജനം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാണ് ആൻസർ? ഉണ്ട് ഓപ്ഷൻ C ആണ്. 1 8 2 9 3 7 4 5 കേട്ടോ, ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. നോക്കിയേ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. ഇനിയും ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ ആദ്യം നടന്ന സംഘടിത സമരം ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ഐക്യത്തിനെതിരെ വലിയവനെന്ന് ചെറിയവനെന്ന് മേൽജാതി കീഴ്ജാതി എന്നിങ്ങനെ ഐറ്റം, അതുപോലെ തീണ്ടൽ തൊടിയിൽ ഇതിനൊക്കെ എതിരെ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ്, ഓർത്തിരിക്കണം. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ. ഈ 3 പേരെ ഓർത്തിരിക്കണം. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോനാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. പ്രത്യേകിച്ച് K കേളപ്പനും KP കേശവമേനോനും ഇവരാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. ഓർത്തിരിക്കണം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നേതാക്കൾ, അതിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് TK മാധവനുണ്ട്, K കേളപ്പനുണ്ട്, KP കേശവമേനോനുണ്ട്, CV കുഞ്ഞിരാമനുണ്ട്. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓർത്തിരിക്കണം, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികർ കേട്ടോ. അകാലികറാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്നും എത്തിയവർ. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925-ലാണ്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിയത്. ഇനി അടുത്തത്, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ കേട്ടോ, ഓർത്തിരിക്കണം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924 നവംബർ 1-ന് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ കണ്ടതാണല്ലേ, ഓർത്തിരിക്കണം. 1924 നവംബർ 1-ന് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ME നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടന്നു. ഓർത്തിരിക്കണം, MV നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1923-ലെ കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ് കേട്ടോ, ഓർത്തിരിക്കണം. TK മാധവനാണ് 1923-ലെ കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്. ഇനിയും നിവേദനം സമർപ്പിച്ചത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചത് സേതുലക്ഷ്മി ഭായിക്കാണ് കേട്ടോ, ഓർത്തിരിക്കണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചത് സേതുലക്ഷ്മി ഭായിക്കാണ്. അടുത്തത്, എത്ര നാൾ നീണ്ടുവന്നു? 603 ദിവസം നമ്മുടെ വൈക്കം സത്യാഗ്രഹം നീണ്ടുവന്നു, ഓർത്തിരിക്കണം. പ്രധാനമായിട്ട് ഡേറ്റാണ്. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ആരംഭിച്ചത് 1924 മാർച്ച് 30-ന്, അവസാനിച്ചത് 1925 നവംബർ 30-ന്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. നമ്മൾ അതിനകത്ത് കണ്ടതാണ് മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്.
ആരംഭിച്ച വർഷം 1917. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായിയാണ് കേട്ടോ. ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഓർത്തിരിക്കണം, സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇനിയും സഹോദര സംഘം ആരംഭിച്ച വർഷം 1917. പുലയർ അയ്യപ്പൻ, അയ്യപ്പൻ മാസ്റ്റർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഓർത്തിരിക്കണം, അയ്യപ്പൻ അയ്യപ്പൻ എന്ന പേര് കണ്ടാൽ എപ്പോഴും ഓർത്തിരിക്കണം, അത് സഹോദരൻ അയ്യപ്പനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928 കേട്ടോ. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. സഹോദരൻ അയ്യപ്പൻ കൊച്ചിയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഓർത്തിരിക്കണം, സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച പാർട്ടിയാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഈ കോട്ട് ഓർക്കണം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. ഇനി സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ട് നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘത്തിന് മാതൃകയാക്കിയ സംഘടനയാണ് SNDP. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മറ്റ് സംഘടനകളാണ് കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാ ജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. ഇത്രയും നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മറ്റ് സംഘടനകളാണ് കേട്ടോ. അതിൻ്റെ മെയിൻ സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം കേട്ടോ. ഇനി ഇവിടെ ബോക്സിൽ കുറേ വിശേഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാന നായകർക്കുള്ള കുറേ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യനുകളും ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്, കേരള സിംഹം എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളവരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, ഒക്കെ മിക്ക പരീക്ഷകളുള്ളതാണ്. സോ നമുക്ക് ഓരോ നവോത്ഥാന നായകരുടെ അവരുടെ വിശേഷണങ്ങളൊന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിന് വിശേഷണമാണ് നാണുവാശാൻ കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചിരുന്നത് നാണുവാശാൻ എന്നാണ്. അടുത്ത വൈകുണ്ഠസ്വാമിയുടെ വിശേഷണം മുടിചൂടും പെരുമാൾ കേട്ടോ. വൈകുണ്ഠസ്വാമി അറിയപ്പെടുന്നത് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. അടുത്തത് തൈക്കാടയ ഗുരുവിൻ്റെ ഗുരു ശിവയോഗി കേട്ടോ. ശിവരാജയോഗി എന്നും ഗുരുവിൻ്റെ ഗുരുവെന്നും തൈക്കാടയ്യ അറിയപ്പെട്ടിരുന്നു. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടത് ശ്രീ ഭട്ടരാങ്കൽ, അതുപോലെ തന്നെ ബാല ഭട്ടരാങ്കൽ കേട്ടോ. ഇങ്ങനെ ഈ രണ്ട് പേരിൽ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. അയ്യങ്കാളി പുലയ രാജ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നു കേട്ടോ. പുലയ രാജ എന്ന് പറഞ്ഞ പേരിൽ അയ്യങ്കാളി അറിയപ്പെട്ടിരുന്നു. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമി കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ, ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കപ്പോഴും ഉള്ളതാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്ന പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനി പൊയ്ക്കയിൽ യോഹനാൻ പുലയൻ മത്തായി ആണ് അറിയപ്പെടുന്നത്. പൊയ്ക്കയിൽ യോഹനാൻ പുലയൻ മത്തായി എന്ന പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നു. അടുത്തത് കേളപ്പൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും വർഷപ്പുറമുള്ളത് കേരള ഗാന്ധി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. അബ്ദുൽ റഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. കുമാരനാശാൻ സ്നേഹഗായകൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. സി കേശവൻ കേരള സിംഹം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. പരശുരാജയ്ക്കും അതേ പേരുണ്ടായിരുന്നു കേട്ടോ, ഓർത്തിരിക്കണം. പരശുരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആരായിരുന്നു? പരശുരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആരായിരുന്നു? നമ്മുടെ സർദാർ KM പണിക്കർ കേട്ടോ. സർദാർ KM പണിക്കർ നമ്മുടെ സിംഹം എന്നാണ് സി കേശവൻ അറിയപ്പെടുന്നത് കേട്ടോ, ഓർത്തിരിക്കണം. സിംഹള സിംഹം എന്നാണ് നമ്മുടെ സി കേശവൻ അറിയപ്പെടുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പരശുരാജയായിരുന്നു കേട്ടോ. അദ്ദേഹത്തെ ആ പേര് വിളിച്ചത് സർദാർ KM പണിക്കറാണ്. സി കേശവൻ്റെ പേര് സിംഹള സിംഹം കേട്ടോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ എന്ന് പറഞ്ഞ പേര് അറിയപ്പെടുന്നു. അക്കാമ ചെറിയാൻ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുള്ള മെയിൻ ആളാണ്. അക്കാമ ചെറിയാൻ
തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. സോ ഈ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാണുവാശാൻ്റെ കാര്യം പഠിക്കണം, ശ്രീനാരായണ ഗുരു. പിന്നെ നമ്മുടെ പുലയ രാജ അയ്യങ്കാളിയുണ്ട്. പിന്നെ കേരള ലിങ്കൻ പണ്ഡിറ്റ് കറുപ്പനുണ്ട്. അതുപോലെ തന്നെ കേരള ഗാന്ധി കെ കേളപ്പനാണ്. സിംഹള സിംഹം സി കേശവനാണ്. കുമാരനാശാൻ സ്നേഹഗായകൻ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ്. ഇത്രയും പേരാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളത്. ഇവരെ എടുത്ത് പഠിക്കണം, ബാക്കിയുള്ളവരെ ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ബാക്കിയുള്ള പേര് ആരൊക്കെ ഏതൊക്കെ നവോത്ഥാന നായകർ അവർക്ക് നൽകിയിട്ടുള്ള വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് കേട്ടോ. വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് നോക്കിയേ. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവാണ്. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. നായർ തറവാടുകളിലെ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നാലാമത്തേത്, മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താൽവഴിയിൽ പെട്ടത്. ഏതാണ് ഇവിടെ ആൻസർ അല്ലാത്തത്? അതായത് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് നായർ തറവാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനയും, അതായത് കണ്ണീരും കിനാവും എന്ന ആത്മകഥ നമുക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരാളാണ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താൽവഴിയിൽ പെട്ട വ്യക്തി കൂടിയാണ് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട്. അതേപറ്റിയുള്ള കൂടുതൽ കോൺസെപ്റ്റ് നോക്കാം. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ, അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക്. ഇദ്ദേഹത്തിൻ്റെ ഇത് മലയാളത്തിലും ചോദിക്കും കേട്ടോ, മലയാളം ലാംഗ്വേജിനകത്തും വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ 2 കേസിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്തിരിക്കണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ഇടകുന്നി കേട്ടോ. ഇടകുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇനിയും അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് തന്നെ കേട്ടോ. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് കേട്ടോ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. അമ്പലത്തിന് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാടും ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ്. ഇനി യോഗക്ഷേമ പദ്ധതിയുടെ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ കൂടിയാണ് വി ടി ഭട്ടതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമസഭ രൂപം കൊണ്ടത് 1908. അതിൻ്റെ പ്രധാന പ്രവർത്തകൻ കൂടിയാണ് വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നായിരുന്നു. അവരുടെ മുഖ്യപത്രം മംഗളോദയം കേട്ടോ. മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖ്യപത്രം. ഇതിനു മുമ്പ് നമ്മൊരു മുഖ്യപത്രം കണ്ടായിരുന്നു. ആരുടെ ആയിരുന്നു ഓർമ്മയുണ്ടോ? ഇതിനു മുമ്പ് നമ്മളിപ്പോൾ കണ്ട മുഖ്യപത്രം ഏതിൻ്റെ ആയിരുന്നു, ആരുടെ ആയിരുന്നു ഓർമ്മയുണ്ടോ? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞു പോയതാ മുഖ്യപത്രം. ആരുടെ മുഖ്യപത്രമായിരുന്നു ഓർമ്മയുണ്ടോ? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖ്യപത്രം ഏതായിരുന്നു? കേരള കേസരി കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞും പോയാൽ ഓരോ പ്രക്ഷോഭത്തിനും അതിൻ്റെതായിട്ടുള്ള പത്രം ഇറങ്ങിയിട്ടുണ്ട്, ഓർത്തിരിക്കണം. യോഗക്ഷേമ സഭയുടെ മുഖ്യപത്രം മംഗളോദയമാണ്. നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ കേരള കേസരി കേട്ടോ. ഇനിയും അന്തർജന സമാജം, ബഹുജന സമൂഹം എന്നിവ സ്ഥാപിച്ചതും നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഓർത്തിരിക്കണം. യോഗക്ഷേമ സഭ, അതുപോലെ തന്നെ അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവയൊക്കെ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇനി നമ്പൂതിരി സമൂഹത്തിൽ നിലനിന്ന മിശ്ര ഭോജനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, കുടുംബമുറിക്കൽ തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയതും വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ
മിശ്ര വിഭാഗത്തിന് നേതൃത്വം നൽകിയതും VT ഭട്ടതിരിപ്പാടാണ്. ചോദിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിഭാഗത്തിന് നേതൃത്വം നൽകിയതും VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥയുടെ പേര് യാചന യാത്ര കേട്ടോ, ഓർത്തിരിക്കണം. നമ്മളെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം കാൽനട പ്രചരണ ജാഥ നടത്തി. ആ ജാഥയുടെ പേരാണ് യാചനയാത്ര. അത് നടത്തപ്പെട്ട വർഷം 1931 കേട്ടോ. 1931 യാചനയാത്ര നടത്തിയത്. അപ്പോൾ ഓർത്തിരിക്കണം, യാചനയാത്ര, യോഗക്ഷേമ സഭ, അതുപോലെ തന്നെ ബ്രാഹ്മണ സമുദായത്തിന് ആദ്യം മിശ്ര വിഭാഗം നടത്തിയത്, അതുപോലെ തന്നെ അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവയൊക്കെ ആരുടെ കോൺസെപ്റ്റാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ കോൺസെപ്റ്റാണ്. ഇനിയും 1968 മിശ്ര വിഭാഗം പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴത്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. നമ്മൾ കണ്ട് മിശ്ര വിഭാഗത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ VT ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് VT ഭട്ടതിരിപ്പാട് നമ്മുടെ സാമൂഹിക പരിഷ്കരണ ജാഥ, അതായത് 68 മിശ്ര വിഭാഗ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴത്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ 1970 ഇറങ്ങിയ കണ്ണീരും കിനാവും കേട്ടോ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിലൊക്കെ മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ്. എന്താണ് INC? നമുക്ക് പഠിക്കാനുള്ള എന്താണ് INC? ഫുൾ ഫോം എന്നാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം അഹമ്മദാബാദിൽ നടന്ന സമ്മേളനമാണ് 1921. ഇനി എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കഴുതുക, മനുഷ്യനെ മനുഷ്യനായി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. ഇവരുടെ കോഡ്സും നമ്മുടെ പേര് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതണം, മനുഷ്യനെ മനുഷ്യനായി തന്നെ കരുതണമെന്ന് ആഹ്വാനം ചെയ്തത് VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം കേട്ടോ. ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇനിയും അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞ നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. മറക്കുടയിലുള്ളിലെ മഹാനഗരം, അതും MR ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഋതുമതി MB ഭട്ടതിരിപ്പാടാണ് കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞും ഭട്ടതിരിപ്പാടാണ്. പക്ഷേ മൂന്ന് ആൾക്കാരാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്കുണ്ടെന്ന് എഴുതിയത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം എന്നത് MR ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്നത് എഴുതിയത് MB ഭട്ടതിരിപ്പാടാണ് കേട്ടോ. ഓർത്തിരിക്കണം, എന്താണ് നമ്മുടെ ഈ കൃതികൾ, അതുപോലെ തന്നെ അവരുടെ നാടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് VT ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം MR ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന നാടകത്തിൻ്റെ എഴുതിയത് MB ഭട്ടതിരിപ്പാട് കേട്ടോ. 3ൻ്റെ അവസാനം ഭട്ടതിരിപ്പാടുണ്ട്. ഒബ്വിയസ്ലി 3 ഭട്ടതിരിപ്പാടിനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, നമ്മളെ കുഴപ്പിക്കും കേട്ടോ. സോ ഓർത്തിരിക്കണം, അടുക്കളയിൽ നരകത്തിലേക്കാണെങ്കിൽ VT, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം MR, ഋതുമതി MB കേട്ടോ, ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപനമായും മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇനി മലബാർ ജില്ലയിലെ ഏറനാട്, വള്ളവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് മലബാർ കലാപം നടക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921, 22 വർഷങ്ങളിൽ നടന്നു. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 2, 4, 5 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 5 പ്രസ്താവനകൾ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ, ഓർത്തിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കലാപമാണ് മലബാർ കലാപം. അതേപോലെ തന്നെ എന്താണ്
മലപ്പുറം ജില്ലയിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് മലബാർ കലാപം നടന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി മലബാറിൽ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ് മലബാർ കലാപം. ഈ മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ഹൈന്ദവർ നിർബന്ധിക്കപ്പെട്ടു മതപരിവർത്തനം, അതായത് മതം മാറുവാനായിട്ട് നിരവധി ഹൈന്ദവർ നിർബന്ധിതമായിട്ട് അവരെ മതം മാറ്റുകയുണ്ടായി. നടന്ന വർഷം 921-22 കാലയളവിലാണ് നമ്മുടെ മലബാർ കലാപം കുടിയേറിയത്. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കോൺസെപ്റ്റ് നോക്കുക. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം നമ്മുടെ മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം തന്നെയാണ് കേട്ടോ. ഖിലാഫത്ത് പരിശോധനയുള്ളതാണ്, ക്വസ്റ്റ്യനിലുള്ളതാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം തന്നെയാണ്. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പൂക്കോട്ടൂർ കലാപമാണ്. അതായത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മലബാർ കലാപം കുടിയേറിയത്. അത് പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റിലാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി കേട്ടോ. തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഇനി മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ വാര്യം കുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ, ഇവരാണ് മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ. ഇനി മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധികാരി ആയത് അലി മുസ്ലിയാറാണ്. അത് താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് ശേഷം ഭരണാധികാരിയായി സ്ഥാനമേറ്റത് അലി മുസ്ലിയാറാണ്. ഖിലാഫത്ത് ആർമിയുടെ കേണൽ, മുസ്ലിങ്ങളുടെ അമീർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഖിലാഫത്ത് ആർമിയുടെ കേണൽ, മുസ്ലിങ്ങളുടെ അമീർ എന്ന് സ്വയം വിശേഷണം നൽകിയത്. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TL സ്ട്രെയിഞ്ച് കമ്മീഷൻ കേട്ടോ. TL സ്ട്രെയിഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടറാണ്. ഈ മാപ്പിള കലാപം തന്നെയാണ് നമ്മുടെ മലബാർ കലാപം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. മാപ്പിള ലഹള എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് തന്നെ ഈ മലബാർ കലാപം തന്നെയാണ്. അപ്പോൾ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടർ HV കൊനാലി കേട്ടോ. HV കൊനാലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടർ. കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്ക് ആയിരുന്നു. പിന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വാഗൺ ട്രാജഡി നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് തന്നെ നടന്ന ഒരു ഇതായിരുന്നു, കലാപമായിരുന്നു നമ്മുടെ വാഗൺ ട്രാജഡി. നടന്ന വർഷം 1921 നവംബർ 10 കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വാഗൺ ട്രാജഡി സംഭവം അന്വേഷിച്ചത് നേപ്പ് കമ്മീഷനാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിൻ്റെ ഇരുട്ടട്ര ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അതായത് വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിൻ്റെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. മലബാർ കലാപകാരികളെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ MSMLV 1711 എന്ന ഗുഡ്സ് വാഹനത്തിലാണ് സംഭവം നടന്നത്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായരാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ. ഇല്ലേ, നമുക്കറിയാം കുമാരനാശാൻ്റെ കൃതിയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കുമാരനാശാൻ്റെ ദുരവസ്ഥയെക്കാളും കഷ്ടമാണല്ലോടാ നിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ ട്രോളിലൂടെ നമ്മൾ പറയാറുണ്ട്. അല്ലേ, ദുരവസ്ഥ നമ്മുടെ മലബാർ കലാപത്തെ ആസ്പദമാക്കി നമ്മുടെ കുമാരനാശാൻ എഴുതിയാണ്. ഇനി മലബാർ കലാപത്തെ ആസ്പദമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ് കേട്ടോ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ്. അതുപോലെ തന്നെ മലബാർ കലാപത്തെ ആസ്പദമാക്കി ഖിലാഫത്ത് സ്മരണികൾ എന്ന കൃതി രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. മലബാർ കലാപത്തെ ആസ്പദമാക്കി ഖിലാഫത്ത് സ്മരണികൾ എന്ന കൃതി രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ് കേട്ടോ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. അതേപോലെ തന്നെ മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചിന്നമ്മ കേട്ടോ. കമ്മത്ത് ചിന്നമ്മയാണ് മലബാർ കലാപത്തിനെതിരെ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത.
ഇനി മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. മലബാർ മാനുവൽ വില്യം ലോഗൻ, അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുത മേനോൻ, ട്രാവങ്കൂർ സ്റ്റേറ്റ് മാനുവൽ ടി നാഗമയ്യ. ഇത്രയും പേരുടെ പേര് ഓർത്തിരിക്കണം. നമ്മുടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ മാപ്പിള ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നമ്മുടെ 1921 നടന്നത് മുതൽ, അതേപോലെ തന്നെ എന്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി, അതേപോലെ തന്നെ നമ്മുടെ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കുമാരനാശാൻ്റെ ദുരവസ്ഥ, സുന്ദരികൾ സുന്ദരന്മാർ ഉറൂബിൻ്റെ, ഇതൊക്കെ നമ്മുടെ മലയാളത്തിനെല്ലാം ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഖിലാഫത്ത് സ്മരണികൾ എന്ന് പറയുന്ന ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്, മലബാർ മാനുവൽ രചിച്ചത് നമ്മുടെ വില്യം ലോഗനാണ്, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുത മേനോനാണ്, ട്രാവങ്കൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗമയ്യാണ് കേട്ടോ. ഇത്രയും പേരുടെ പേരുകൾ ഓർത്തിരിക്കണം. സോഷ്യലാണ് പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വായിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം മറന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഷ്യൽ എഴുതുമ്പോൾ ഒരു ടൈം ലൈൻ പോലെ എഴുതി പഠിക്കാമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് ഓരോ വർഷവും എന്തുണ്ടായി, എന്തൊക്കെയായിരുന്നു നടന്നത്, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, എന്തൊക്കെയായിരുന്നു, ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അതിന് ചുക്കാൻ പിടിച്ചവരാരൊക്കെ, അതിനെ സഹായിച്ചവരാരൊക്കെ എന്നിങ്ങനെ ഒരു ചാർട്ട് പോലെ എഴുതി വെക്കാമെങ്കിൽ സോഷ്യൽ പഠിക്കാൻ എളുപ്പം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാതെ പഠിച്ചാൽ ഇതെല്ലാം നമ്മൾ പരീക്ഷകളിൽ കയറുമ്പം എല്ലാം മറന്നു പോകുന്നത് തന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ചാർട്ട് പോലെ എഴുതി പഠിക്കാമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത്. അടുത്തത് INC ആണ്. നോക്കിയേ, എന്താണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1985 ആണോ, 95 ആണോ, 921 ആണോ, 947 ആണോ? നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1985 കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1985 അതിൻ്റെ കൂടി കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്താം, കാരണം ഇന്ന് പഠിക്കാണ്ട് ഇത്രയും മതി കേട്ടോ. നോക്കി, 1985 INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ക്വസ്റ്റ്യൻ പേപ്പർ മിക്കപ്പോഴും INC എന്നേ കാണത്തുള്ളൂ. INC എന്ന് കണ്ടാൽ ഓർത്തിരുന്നോണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരെണ്ണം കണ്ടായിരുന്നില്ല. അത് നമ്മുടെ ആരായിരുന്നു, വൈ ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം അഹമ്മദാബാദിൽ നടന്ന സമ്മേളനമാണ്. ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ അതിനകത്ത് പങ്കെടുക്കുകയും അവരുടെ നേതൃത്വം നൽകിയത്, അതിൽ പ്രസംഗിച്ച വ്യക്തികളും, അതുപോലെ തന്നെ ഗാന്ധിജി അധ്യക്ഷനായതും നെഹ്റു വന്നതും, ഇവരൊക്കെ ഈ INC ഇതിനകത്ത് വന്നിരുന്നു. സരോജിനി നായിഡു, പ്രമുഖമായിട്ടുള്ള എല്ലാ വ്യക്തികളും തന്നെ നമ്മുടെ INC പ്രസ്ഥാനത്തിൽ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ INC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർഷങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഓരോ ഇതിലുള്ള പ്രസിഡൻറ്റുകൾ ഓരോ വർഷത്തും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡൻ്റ് ആയിരുന്ന ആരാണ്, ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ INC പ്രസിഡൻ്റ് ആരാണ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ആദ്യമായി ഇന്ത്യയിൽ INC പ്രസിഡൻ്റായ വർഷം എത്രയാണ്, ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യനും ഈ ഒരു പാർട്ടിൽ നിന്ന് വരാം. സോ ഈ ഒരു പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. INC രൂപീകൃതമായത്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1985 ഡിസംബർ 28 മുംബൈയിലാണ്. INCയുടെ പിതാവ് എ.ഒ. ഹ്യൂം ആണ് INCയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആദ്യ സെക്രട്ടറിയും എ.ഒ. ഹ്യൂം തന്നെയാണ്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാന്തമാണ് സുരക്ഷാൽ വാൽവ് സിദ്ധാന്തം കേട്ടോ. INCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാൽ വാൽവ് സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ കേട്ടോ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പേര് നിർദ്ദേശിച്ചത്. INC രൂപീകരണ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു ആയിരുന്നു. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി GP പിള്ള കേട്ടോ. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി GP പിള്ളയാണ്. INC ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72 പേരാണ്. INCയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് പങ്കെടുത്ത പ്രതിനിധികൾ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണ്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. അത് പ്ലേഗ് കാരണം ബോംബെയിലേക്ക് മാറ്റി. നമുക്കറിയാം അന്നത്തെ കാലത്ത് പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു, അത് പടരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അന്നത്തെ കാലത്ത് പൂനെയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ബോംബെയിലേക്ക് മാറ്റുകയുണ്ടായി. INCയുടെ ആദ്യ പ്രസിഡന്റ്, ഈ വരുന്ന പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. WC ബാനർജി 1985. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി കൊൽക്കത്തയിൽ 1986 വെച്ച് സ്ഥാനമേറ്റു.
ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ആദ്യത്തെ പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു കേട്ടോ. ഇനി മൂന്നാമത്തെ പ്രസിഡന്റ് ബെഹ്റുദ്ദീൻ തിയാബ്ജി കേട്ടോ. മദ്രാസിൽ വെച്ച് 1987 സ്ഥാനമേറ്റു. ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബെഹ്റുദ്ദീൻ തിയാബ്ജിയാണ്. ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ 1988 അഹമ്മദാബാദിൽ വെച്ച് സ്ഥാനമേൽക്കുകയുണ്ടായി. ഇനി ഐ എൻ സി പ്രസിഡന്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ അമരാവതിയിൽ വെച്ച് 1997 സ്ഥാനമേൽക്കുകയുണ്ടായി. 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി 86, 93, 906 അദ്ദേഹം എന്താണ് ഐ എൻ സി പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കുകയുണ്ടായി ദാദാഭായ് നവറോജി. തുടർച്ചയായി 2 തവണ ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസൻ നോക്കേണ്ട പേരാണ്. കൊൽക്കത്തയിൽ വെച്ചാണ് സ്ഥാനമേറ്റ 1917 കേട്ടോ. ഐ എൻ സി പ്രസിഡന്റിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിറ്റ് രാമഭായ് കേട്ടോ. ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത നമ്മുടെ പണ്ഡിത രാമഭായ് ആണ്. ടിക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അടുത്തത് ഐ എൻ സി പ്രസിഡന്റായി ആദ്യ വനിതയാണ് സരോജിനി നായിഡു. 1925 കാൺപൂരിൽ വെച്ച് സ്ഥാനമേൽക്കുകയുണ്ടായി. 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് ഐ എൻ സി മിതവാദികളും തീവ്രവാദികളുമായിട്ട് പിരിയുകയുണ്ടായി. ഐ എൻ സിയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ്. ഐ എൻ സിയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ത്രിപുരയിൽ വെച്ച് 1939 സ്ഥാനമേറ്റു. ഇനിയും ഐ എൻ സി പ്രസിഡന്റായി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സി പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് കേട്ടോ. ഓർത്തിരിക്കണം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സി പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഐ എൻ സി പ്രസിഡന്റായി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിമാരാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ്. എസ് കെ പൊറ്റക്കാട് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ത്രിപുരി 1939. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആചാര്യ കെ ബി കിബലാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരുപാട് കഷ്ടകൾ ശ്രമിച്ചതാണ് ഈ ഐ എൻ സി എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് അതിൻ്റെ അകത്തുള്ള വ്യക്തികളൊക്കെ പോരാടിയാണ് നമ്മളിന്ന് ജീവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുത്തത്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വ്യക്തി ഭട്ടായി സീതാരാമയ്യ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം കൊൽക്കത്തയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ടാഗോറാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് റഹമത്തുള്ള സയാനി. ജനഗണമന ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം കൊൽക്കത്ത 1911. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണി കേട്ടോ. ഗാന്ധിജി പങ്കെടുത്ത ചോദിക്കുന്നതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് 1901. ഇനി ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനം ബെൽട്രാം കേട്ടോ 1924. ഇനി നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബംഗിപ്പൂർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ ഐ എൻ സി സമ്മേളനം ലാഹോർ 1929. ഇനി മിതവാദികളും തീവ്രവാദികളും യോജിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൌവിൽ 1916 കുടിയേറിയുണ്ടായി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന ഐ എൻ സി സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഇനി മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയ ഐ എൻ സി സമ്മേളനം കറാച്ചി 1931. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ഐ എൻ സി സമ്മേളനം ഫെയ്സ്പൂർ 1936. ഒരുപാടുണ്ട്, വർഷങ്ങളുടെ ഡേറ്റുകളും ആൾക്കാരുടെ പേരുകളും എഴുതി പഠിച്ചില്ലേ മറന്നു പോകും കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെയിൽ വെച്ച് 1942. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. ചോദിച്ചിട്ടുണ്ട്, നോക്കണം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. പിന്നോക്ക സമുദായത്തിൽ നിന്നും ആദ്യ കോൺഗ്രസ് സമ്മേളനം സി സഞ്ജീവയ്യ. രാഹുൽ ഗാന്ധി ആദ്യമായി എ എൻ സി പ്രസിഡന്റായ വർഷം 2017. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഭട്ടായി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്തയാണ്. ഇനിയും നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ചോദിച്ചിട്ടുണ്ട്, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജിയാണ് കേട്ടോ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ഭാരതരത്ന നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനിയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനം നൽകിയ വേദിയായ നഗരം ഏതാണ്? നമ്മുടെ ന്യൂഡൽഹിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ കൊൽക്കത്ത, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ
INC സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിൽ, അതിന് മുമ്പായിരുന്നെങ്കിൽ കൊൽക്കത്ത കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഇടയായതാണ് നമ്മുടെ INC സമ്മേളനങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. 1885 തുടങ്ങി ഇപ്പോഴും നിലകൊണ്ട് പോകുന്നതാണ് നമ്മുടെ INC, അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. പഠിക്കേണ്ടതാണ്. ഓരോ വ്യക്തികളും എന്ത് വന്നു, ആരൊക്കെ പ്രസിഡൻ്റായി, ഏറ്റവും കൂടുതൽ പ്രസിഡൻ്റായിട്ട് നിലനിന്ന ആൾ, ആദ്യത്തെ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും വിസിറ്റ് ചെയ്ത ഗാന്ധിജിയുടെ അധ്യക്ഷനായിരുന്ന സമ്മേളനം, പിന്നെ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ ഇതില്ലേ INC സമ്മേളനം എവിടെ വെച്ചായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ആദ്യ വനിത അല്ലേ INC പ്രസിഡന്റ്, ആദ്യ വനിത അനി ബെസൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോദിച്ചിട്ടുള്ള മറ്റൊരെണ്ണമാണ് നമ്മുടെ വന്ദേ മാതരം, അതുപോലെ തന്നെ നമ്മുടെ ജനഗണമന അല്ലേ, ഇതുപോലുള്ള ദേശഭക്തി ഗാനങ്ങളൊക്കെ അല്ലെങ്കിൽ ദേശഗീതങ്ങളൊക്കെ ആദ്യമായിട്ട് ആലപിച്ച വേദികൾ ഏതാണ്, അതുപോലെ തന്നെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇതൊക്കെ ആലപിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എന്തിനെ പറ്റി, ഇൻ്റർനാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INCയെ പറ്റി തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ PDF-ൻ്റെ ഫോർമാറ്റ് ഞാൻ അയച്ചു തരാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ എളുപ്പമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേണമെങ്കിൽ ഇതുകൂടി പറഞ്ഞു നിർത്താം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയുടെ ശരിയായിട്ടുള്ള കാലക്രമം കണ്ടെത്തുക. ഓരോന്നിൻ്റെ വർഷങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് നടന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഇപ്പോൾ കണ്ടതാണ്. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ്റെ വരവ്. ഓക്കെ, ഓരോന്നും എപ്പോഴാണ് നടന്നതെന്ന് നോക്കണം. അതായത് ഏതൊക്കെ കാലയളവിലാണ്, ഏതാണ് ആദ്യം നടന്നതെന്ന് നോക്കണം ഇല്ലേ. നോക്കിയേ, ജാലിയൻ വാലാബാഗ് എന്നാണ് നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഠിച്ചതല്ലേ 1919 അല്ലേ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നതോ 1920 1920. അടുത്തത് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം എന്നായിരുന്നു 1923 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം നടന്നത്. അടുത്തത് സൈമൺ കമ്മീഷൻ്റെ വരവ് 1927 കേട്ടോ. 1927 സൈമൺ കമ്മീഷൻ്റെ വരവ്. അപ്പം ഇതിനെ കാലക്രമം കണ്ടെത്തിയത് ശരിയായിട്ടുള്ള ഏതാണ്, 1 2 3 4 കേട്ടോ. തന്നെയാണ് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് അവർ പരീക്ഷ പേപ്പറിൽ ഇട്ടത്. ഓർത്തിരിക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടന്നു. അടുത്തത് 1919 ഏപ്രിൽ 13 നടന്നത് കേട്ടോ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതേപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം കുടിയേറിയത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനം കുടിയേറിയത്. അതേപോലെ തന്നെ നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം നടന്നത് 1923 സൈമൺ കമ്മീഷൻ്റെ വരവ് 1927 വർഷങ്ങൾ ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ PDF-ൻ്റെ കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരം പറയാം. ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, അതുപോലെ തന്നെ സൈമൺ പാർട്ടിയുടെ വരവ് കേട്ടോ. സൈമൺ കമ്മീഷൻ്റെ വരവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വർഷം ഇപ്പോൾ പഠിക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13, ഖിലാഫത്ത് പ്രസ്ഥാനം 1920, അതേപോലെ തന്നെ നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923 ജാനുവരി 1 കേട്ടോ. 1921 ജാനുവരി 1. സൈമൺ കമ്മീഷൻ്റെ വരവ് വന്നത് 1927 കേട്ടോ. 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. ഇനിയും ഇന്ത്യയിൽ എത്തിയ വർഷം 1928 ഫെബ്രുവരി 3 കേട്ടോ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് 1928 ഫെബ്രുവരി 3 ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വർഷങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ആൾക്കാരുടെ പേരുകളും ഓർത്തിരിക്കണം കേട്ടോ. ഏതൊക്കെ ഇപ്പോഴാണ് നടന്നതെന്ന് ഓർത്തിരിക്കണം. നമ്മുടെ ഒരു ടൈം ലൈൻ പോലെ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. സോ ബാക്കി നമുക്ക് ആൻസേഴ്സ് വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി ആൻസേഴ്സ് കീ ഇതിൻ്റെ ഫുൾ ആൻസർ കീ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഒന്ന് വായിച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് വരാമെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഇതിനകത്ത് നമ്മുടെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ്, ചില ISRO ചെയർമാൻ്റെ കാര്യങ്ങൾ ഒക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെയും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനായിട്ടില്ല, ഇച്ചിരിയൊക്കെ എളുപ്പമുള്ളത് കേട്ടോ. സോഷ്യലാണ് പഠിച്ചില്ലെങ്കിൽ പാടായിരിക്കും വിഷയം, പക്ഷേ പഠിക്കുവാണെങ്കിൽ എളുപ്പമാവും. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു വിഷയം തന്നെയാണ് സോഷ്യൽ. സ്ഥിരമായിട്ട് വായിച്ച് പഠിക്കണം, സ്ഥിരമായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞ വിഷയം നമ്മൾ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് റിവൈസ് ചെയ്യുക. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവായിട്ട് ആവും. അതുകൊണ്ട് തന്നെ നല്ലപോലെ വായിച്ച് പഠിക്കുക കേട്ടോ. ഇതിൻ്റെ PDF ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിലിട്ടേക്കാം. ഓരോ ഉത്തരങ്ങളും വെച്ച് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ.